ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത് ഭൂമിയിലെ ജീവചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. പൂക്കൾ എങ്ങനെ അതിവേഗത്തിൽ പരിണമിച്ച് ലോകമെമ്പാടും വ്യാപിച്ചു? ചാൾസ് ഡാർവിൻ പോലും ഇതിനെ അത്യന്തം അതിശയകരമായ രഹസ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. കാരണം ഫോസിൽ രേഖകളിൽ പൂക്കളുള്ള സസ്യങ്ങൾ അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുകയും പിന്നീട് വളരെ വേഗത്തിൽ ഭൂമിയിലെ പ്രധാന സസ്യരൂപമായി മാറുകയും ചെയ്യുന്നു. ആദ്യം പൂക്കളുള്ള സസ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവയെ ശാസ്ത്രീയമായി അങ്കിയോസ്പേം എന്ന് വിളിക്കുന്നു. ഇന്ന് ഭൂമിയിലെ ഭൂരിഭാഗം സസ്യങ്ങളും ഇതിൽപ്പെടുന്നു. എന്നാൽ ഇവ രൂപപ്പെടുന്നതിനു മുമ്പ് ജിംനോസ്പേം വിഭാഗത്തിലെ വിത്തുസസ്യങ്ങളാണ് ഭൂമിയിൽ പ്രധാനമായും നിലനിന്നിരുന്നത്. പൈൻ പോലുള്ള സസ്യങ്ങൾ അതിന്റെ ഉദാഹരണമാണ്. ഏകദേശം 14 മുതൽ 16 കോടി വർഷങ്ങൾക്ക് മുമ്പ് പൂക്കളുള്ള സസ്യങ്ങളുടെ ഫോസിൽ തെളിവുകൾ കാണാൻ തുടങ്ങുന്നു. അതിനു മുമ്പുള്ള രേഖകൾ വളരെ കുറവാണ്. എന്നാൽ ഒരിക്കൽ ഇവ പ്രത്യക്ഷപ്പെട്ടതോടെ ഏതാനും കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവ ഭൂമിയിലെ പ്രധാന സസ്യഗ്രൂപ്പായി മാറി. ഇത് എങ്ങനെ സാധിച്ചു? പൂക്കളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ പ്രജനന സംവിധാനത്തിലാണ്. ജിംനോസ്പേം സസ്യങ്ങളിൽ വിത്തുകൾ തുറന്ന നിലയിലാണ്. എന്നാൽ പൂക്കളുള്ള സസ്യങ്ങളിൽ വിത്ത് ഒരു ഫലത്തിനുള്ളിൽ അടഞ്ഞിരിക്കുന്നു. ഈ സംരക്ഷണം വിത്തിന്റെ ജീവനുറപ്പ് വർദ്ധിപ്പിച്ചു. കൂടാതെ ജീനോം ഡ്യൂപ്ലിക്കേഷൻ എന്ന പ്രത്യേക പ്രക്രിയ ഇവയിൽ കാണപ്പെടുന്നു. ഇതിലൂടെ വിത്തിനൊപ്പം പോഷകസംഭരണം ഉണ്ടാകുന്നു. ഇത് കുഞ്ഞുസസ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായി. പൂക്കളുടെ രൂപകൽപ്പനയും അതുല്യമാണ്. നിറങ്ങൾ, സുഗന്ധം, തേൻ പോലെ മധുരമുള്ള സാരം എന്നിവ പോലനേറ്റ ജീവികളെ ആകർഷിക്കാൻ വികസിച്ചു. ആദ്യം ചില വണ്ടുകൾ, പിന്നീട് തേനീച്ചകൾ, ശലഭങ്ങൾ തുടങ്ങിയവ പൂക്കളുമായി സഹപരിണാമത്തിലേർപ്പെട്ടു. ഇവിടെ സഹപരിണാമം എന്ന പ്രക്രിയയാണ് പ്രവർത്തിച്ചത്. പൂക്കൾ പോലനേറ്റനെ ആകർഷിക്കാൻ രൂപഭേദം വരുത്തി. അതേസമയം പോലനേറ്റ ജീവികൾ പൂക്കളെ തിരിച്ചറിയാൻ അനുയോജ്യമായ കാഴ്ചശേഷിയും പെരുമാറ്റവും വികസിപ്പിച്ചു. ചില പൂക്കളിൽ മനുഷ്യർക്കു കാണാനാവാത്ത അത്യന്തം സൂക്ഷ്മമായ അൾട്രാവയലറ്റ് അടയാളങ്ങളുണ്ട്. തേനീച്ചകൾക്ക് അത് വ്യക്തമായി കാണാം. ഇത് അവയെ ശരിയായ ഭാഗത്തേക്ക് നയിക്കുന്നു. ജനിതക തലത്തിൽ പൂക്കളുള്ള സസ്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ചില ഘട്ടങ്ങളിൽ മുഴുവൻ ജനിതകവസ്തുവിന്റെ ഇരട്ടിപ്പിക്കൽ സംഭവിച്ചു. ഇതുവഴി പഴയ ജീനുകൾ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചു. ഇതാണ് പുതിയ രൂപഭേദങ്ങൾ വേഗത്തിൽ ഉണ്ടാകാൻ കാരണമായത്. പൂക്കളുള്ള സസ്യങ്ങളുടെ മറ്റൊരു ശക്തി വേഗത്തിലുള്ള വളർച്ചയാണ്. ചെറുകാല ജീവിതചക്രം ഇവയെ പരിസ്ഥിതി മാറ്റങ്ങൾക്ക് വേഗത്തിൽ പൊരുത്തപ്പെടാൻ സഹായിച്ചു. വീതിയുള്ള ഇലകൾ പ്രകാശസംശ്ലേഷണം കൂടുതൽ കാര്യക്ഷമമാക്കി. കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ പരിസ്ഥിതി തലത്തിൽ നോക്കാം. പൂക്കൾ വ്യാപിച്ചതോടെ കീടങ്ങൾ വർദ്ധിച്ചു. കീടങ്ങൾ വർദ്ധിച്ചതോടെ അവയെ ഭക്ഷിക്കുന്ന ജീവികളും വർദ്ധിച്ചു. ഫലങ്ങൾ രൂപപ്പെട്ടതോടെ വിത്തുകൾ മൃഗങ്ങളിലൂടെ ദൂരങ്ങളിലേക്ക് പടർന്നു. പല സസ്തനികളും പക്ഷികളും ഫലങ്ങൾ ഭക്ഷിച്ചു വിത്തുകൾ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇതുവഴി സസ്യങ്ങൾ കൂടുതൽ വ്യാപിച്ചു. പുല്ലുകൾ പൂക്കളുള്ള സസ്യങ്ങളിലൊന്നാണ്. പിന്നീട് പുല്ലുനിലങ്ങൾ വ്യാപിച്ചു. അതോടൊപ്പം മേയുന്ന മൃഗങ്ങൾ വികസിച്ചു. പിന്നീട് മനുഷ്യരുടെ കൃഷിവിപ്ലവത്തിനും ഇത് അടിസ്ഥാനമായി. ഇന്ന് മനുഷ്യരുടെ പ്രധാന ഭക്ഷണവിളകളായ അരി, ഗോതമ്പ്, മക്ക എന്നിവ പൂക്കളുള്ള സസ്യങ്ങളാണ്. പൂക്കളുള്ള സസ്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ ജൈവവൈവിധ്യം ഉണ്ടാകുമായിരുന്നില്ല. തേനീച്ചകൾ, ശലഭങ്ങൾ, നിരവധി പക്ഷികൾ, സസ്തനികൾ ഇവയുടെ പരിണാമം പൂക്കളുമായി അടുപ്പമായി ബന്ധപ്പെട്ടതാണ്. ഫോസൽ രേഖകൾ പൂക്കളുടെ പൂമ്പൊടി ഘടനയിലെ മാറ്റങ്ങളും ഇലകളിലെ ശിലാരൂപങ്ങളിലെ വ്യത്യാസങ്ങളും കാണിക്കുന്നു. ശാസ്ത്രീയ കണക്കുകൂട്ടലുകൾ പ്രകാരം പൂക്കളുടെ ഉത്ഭവം ജുറാസിക് കാലത്തേക്കുപോലും പോകാമെന്ന സൂചനയുണ്ട്. ഇതൊരു പെട്ടെന്നുള്ള അത്ഭുതമല്ല. ജനിതക നവീകരണം, കീടങ്ങളുമായുള്ള സഹപരിണാമം, വേഗത്തിലുള്ള വളർച്ച, വിത്ത് സംരക്ഷണം ഇവയുടെ സംയോജനമാണ് പൂക്കളുടെ വിജയത്തിന്റെ രഹസ്യം. ഇന്ന് ഭൂമിയിലെ ഏകദേശം 80% സസ്യജാലങ്ങളും പൂക്കളുള്ള സസ്യങ്ങളാണ്. മനുഷ്യജീവിതം പോലും ഇവയിൽ ആശ്രിതമാണ്. പൂക്കൾ വെറും സൗന്ദര്യത്തിന്റെ പ്രതീകമല്ല. അവ ഭൂമിയിലെ മുഴുവൻ ജീവവ്യവസ്ഥയെ രൂപപ്പെടുത്തിയ ശക്തിയാണ്. ഭക്ഷണശൃംഖല, മണ്ണിന്റെ ഗുണനിലവാരം, മൃഗപരിണാമം, മനുഷ്യസംസ്കാരം എല്ലാം പൂക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചെറിയ പൂവ് പോലും കോടിക്കണക്കിന് വർഷങ്ങളായി നടന്ന പരിണാമത്തിന്റെ സാക്ഷിയാണ്. ഭൂമിയുടെ ചരിത്രത്തിൽ പൂക്കൾ നടത്തിയ വിപ്ലവം ഇന്നും തുടരുകയാണ്.